ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദിവസം ഭയങ്കര മടി കേട്ടോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ, ഒന്ന് ട്രാക്കിലായി കിട്ടണമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ തക്കാളി ഒന്നും ഇടലില്ല കേട്ടോ. ഇത് വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് വെറൈറ്റി ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. ഇത് തലേ ദിവസത്തെ കുറച്ച് കറി തിളപ്പിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് നോക്കിയതാണ്. പിന്നെ വറുത്ത റവ തന്നെയായിരുന്നു, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ അതൊക്കെ തേങ്ങയും ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. റവ വറുത്തതായതുകൊണ്ട് അധികം നേരമൊന്നും വറുത്തിട്ടില്ല. ഒന്ന് ചൂടായതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. ഇത് ഞാൻ ഫ്രൈഡേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ലഞ്ചിന് നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ചിക്കൻ എന്ത് ചെയ്യണം, ഇനി ബിരിയാണി ഉണ്ടാക്കണോ അല്ലാതെ നോർമൽ റൈസിലേക്ക് ചിക്കൻ റോസ്റ്റ് ആക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചിക്കൻ കഴുകണത്. കാരണം ഇന്ന് കുട്ടികൾ 3 ഇവിടെ ഉണ്ട്, സ്കൂളൊക്കെ ക്ലോസ് ആക്കി. അപ്പം ഇങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണോ എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നോർമൽ ചോറ് തന്നെ ഉണ്ടാക്കാം, സാധാരണ ചോറ് ഉണ്ടാക്കുക, അതിലേക്ക് ഇന്നലത്തെ കുറച്ച് കറി ചേനക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുക്കുക, ചിക്കൻ റോസ്റ്റും ആക്കുക, അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചെടുക്കുക എന്നൊക്കെയാണ് മനസ്സിൽ പ്ലാൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാൻ ആ കറിയൊക്കെ രാവിലെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ, എന്നിട്ട് അപ്പത്തെ പ്ലാൻ പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അസ്കർക്ക് അതിൻ്റെ ഇടയിൽ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അസ്കർക്ക് കോളേജിൽ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മക്ക് ചായ ഉണ്ടാക്കി, ഞാൻ ഒരു കോഫിയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒരു കോഫി ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ സാഷെ പാക്കുകൾ കൊണ്ടുവെക്കും. വലിയ പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പെട്ടെന്ന് കട്ട പിടിക്കുമല്ലോ. അപ്പം ഞാൻ ഇതുപോലെ ചെറിയ സാഷെ പാക്ക്, ഒരു ഗ്ലാസ്സിലേക്ക് 4 ഒരു പാക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വെക്കും കേട്ടോ.
ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിലും കുറച്ച് സാധാരണ ചോറ് രാത്രിത്തേക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കും കഞ്ഞിക്ക് ആവശ്യം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ അതായും തന്നെ ഒന്ന് അരി കഴുകിയിട്ട് ഇടട്ടെ. പലക്കാനുള്ളതൊക്കെ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊന്ന് വേഗത്തിൽ ഉണക്കാനിട്ടേ. ഫൈനലി ഞാൻ ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാനാക്കി. അപ്പോൾ ഇതാ ഉപ്മാവൊക്കെ ബിരിയാണി പോട്ടൊന്ന് മാറ്റിയിട്ട് ബിരിയാണിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി തുടങ്ങട്ടെ. ഷെസിനത് അവിടെ കാറും ബൈക്കും സ്കൂട്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ആദ്യം എടുത്തു ഉമ്മാക്കും ഉപ്പാക്കും മൂത്താപ്പാൻ്റെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരങ്ങോട്ട് പോവുകയാണ്. ബിരിയാണി ഞാൻ സവാള ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ വീഡിയോയിൽ ഞാൻ ആ ഒരു ബിരിയാണി റെസിപ്പി കാണിച്ചപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി കാണിച്ചു തരുമെന്നൊക്കെ ചിലർ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഒരു തട്ടിക്കൂട്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ആദ്യം ഫ്രൈ ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ അതിലേക്കുള്ള മസാല പൗഡറുകളും ഒക്കെ ചേർത്തിട്ട് കറിവേപ്പിലയും ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഞാൻ വേഗം ഇൻഡക്ഷനിലേക്ക് മാറ്റിയിട്ടപ്പോൾ ഗ്യാസ് ക്ഷാമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ ഈ സവാള കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ബിരിയാണിക്ക് നിന്നിട്ടുള്ളത് തന്നെ. ഞാൻ നോമ്പിൻ്റെ സമയത്ത് തരിക്കഞ്ഞിയിലേക്കൊക്കെ വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ സവാളയാണ് കൂടുതൽ അതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഉള്ളതുകൊണ്ട് അതും വെറുതെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് തൈരും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ബിരിയാണിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഫ്രിഡ്ജിലുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കുകയും ചെയ്യുക, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക, സവാള വേറെ ഫ്രൈ ചെയ്യാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിച്ചാണ് ഇന്നൊരു ബിരിയാണി ആക്കുന്നത്. പിന്നെ മക്കൾ 3 ആളും ഇവിടെ വീട്ടിലുണ്ട് താനും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ പ്ലാൻ ചെയ്തതാണ്. സേമിയ പായസം പിന്നെ ബിരിയാണിയിലേക്കുള്ള റൈസ് റെഡിയാക്കട്ടെ കേട്ടോ. നെയ്ച്ചോറുണ്ടാക്കിയിട്ടാണ് ബിരിയാണിക്കുള്ള റൈസ് റെഡിയാക്കുന്നത്. ഇപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കിയപ്പോൾ ഏതായാലും ഒരു പായസം കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് സേമിയ എന്തായാലും അവിടെ കൊണ്ടുവന്നത്.
അത് വെച്ചിട്ട് ഒരു പായസം വെറുതെ ഉണ്ടായതാട്ടോ. രാവിലെ ഇങ്ങനെ കൺഫ്യൂഷനിൽ സാദാ ചോറ് ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം ഇങ്ങനെ വിചാരിച്ച് എന്തായാലും അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി. നെയ്ച്ചോറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് രമ്പയില പറിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. ഈ ഇല ഇട്ട് കഴിഞ്ഞാൽ അത് തിളക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലേ. ഇത് പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ ചിലർ പുട്ടും കുറ്റിയിലോ അല്ലെങ്കിൽ കുക്കറിലൊക്കെ ആ വെള്ളത്തിലിട്ട് വെക്കലുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്ലേവറായിരിക്കും പുട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനെപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം വിചാരിച്ചിട്ട് മറക്കും കേട്ടോ. ഇപ്പോൾ ബിരിയാണിക്കുള്ള റൈസും മസാലയൊക്കെ റെഡിയായി. ഇനൊന്ന് ദമ്മ് ചെയ്തെടുക്കട്ടെ. സാധാരണ ഞാൻ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് മുകളിൽ ഇടാതെ കാഷ്യൂം കിസ്മിസൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇടാത്ത ഒരു ബിരിയാണി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ ഓർമ്മയിൽ അതുപോലെ നെയ്ച്ചോറും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത ഉള്ളിയും അതുപോലെ കാഷ്യൂം കിസ്മിസൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിന് എക്സ്ട്രാ പിന്നെ വറുക്കാനൊന്നും നിന്നില്ല. ഇനി നമ്മൾ പായസം റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബട്ടറിൽ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ആ ഒരു സേമിയ ഉണ്ടല്ലോ, ആ സേമിയ ഉണ്ടായിരുന്നത്. അത് ഞാൻ എന്തോ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതായിരുന്നു. പിന്നെ കുറച്ച് ചൊവ്വരി സാബൂനരി ഉണ്ടായിരുന്നു, അപ്പോൾ അതും വേവിക്കുന്നുണ്ട്. അത് കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചൊവ്വരി വെന്ത് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. മക്കള് ജുമാക്ക് പോയി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് അതിക്ക് കുറച്ച് ഒരു ചെറിയൊരു പീസ് ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിക്കുമ്പം ഈ ഒരു കാരമലൈസ് ചെയ്തതൊന്ന് കട്ട പിടിച്ച് വരും കേട്ടോ. പക്ഷെ അത് അങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അത് ഫുള്ള് മെൽറ്റാവുന്നവരെ ഇളക്കിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കാരമലൈസ്ഡ് ചൊവ്വരി സേമിയ പായസം റെഡിയായി. ഷേസ് ഇവിടെ അലമാരത്തെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കലും എന്തൊക്കെയോ ക്ലീനിങ് പരിപാടികളിലാണ് കേട്ടോ. അപ്പോൾ ആ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ വരുമ്പോഴത്തേന് വേഗത്തിൽ ഞാൻ കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഷേസയും കൂടെ ഒന്ന് കുളിക്കട്ടെ. ഞങ്ങൾ നാലോളം തന്നെ കഴിക്കാനുള്ളൂ. അപ്പം ഇതിലേക്ക് ചമ്മന്തിയും തൈരൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തൈര് ഞാൻ ജസ്റ്റ് ഉപ്പിട്ടിട്ട് വെറുതെ അങ്ങനെ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അത് അവർക്ക് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെറുതെ ഉപ്പിട്ട് കൊടുത്താലും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയുന്നു, ഷേസിനോട് പറയുന്നു തട്ടിക്കോട്ട് ബിരിയാണിയാണ് കേട്ടോ, അങ്ങനെ ഭയങ്കര പ്രതീക്ഷയൊന്നും വേണ്ടാന്ന്. അപ്പോൾ ഷേസ് പറയുന്നു സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടെന്ന്. അത് ചിലപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ തട്ടിക്കൂട്ടാക്കി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.